ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 2026 മെയ് മാസം 31 സ്ലേഹാകാലത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയിലാണ് നമ്മൾ. ഈ ദിവസത്തിന് ഒത്തിരിയേറെ സവിശേഷതകളുണ്ട്. പരിശുദ്ധ കത്തോലിക്ക സഭ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളായിട്ട് ഈ ദിവസം ആഘോഷിക്കുന്നു. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ സ്ലേഹാകാലത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയായിട്ട് നമ്മൾ ആചരിക്കുന്നു. പരമ്പരാഗതമായി പരിശുദ്ധ അമ്മയുടെ വണക്കമാസം സമാപിക്കുന്ന ദിവസം കൂടിയാണ്. ഇങ്ങനെ വളരെ സവിശേഷമായ ആഘോഷങ്ങളിലൂടെ ഈ ദിവസം കടന്നു പോകുമ്പോൾ ദൈവത്തിന് പൂർണ്ണമായി നമുക്ക് നന്ദി പറയാം. ഈ ആഘോഷങ്ങളിലൂടെ ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ ജ്വലിക്കുവാനും ഈ കഴിഞ്ഞ ഒരു മാസം, പ്രത്യേകിച്ച് ഈ മെയ് മാസത്തിൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെപ്പറ്റി കൂടുതൽ ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുവാൻ നമുക്ക് സാധിച്ചു. ഈശോയുടെ സ്വർഗാരോഹണ തിരുനാളും പെന്തക്കോസ്ത് തിരുനാളും എന്നിതാ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളുമൊക്കെ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ ആഘോഷങ്ങളുടെ ഭാഗമായി നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പ്രേക്ഷിത ചൈതന്യത്താൽ ആദിമസഭയെ വളർത്തിയ സ്ലീഹന്മാരെ പോലെ അനുഭവിച്ചറിഞ്ഞ ദൈവസ്നേഹം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ വിസിറ്റേഷൻ തിരുനാൾ കൂടി നമ്മളിന്ന് ആഘോഷിക്കുകയാണ്. എലീശ പുണ്യവതി ഗർഭിണിയായ വിവരം അറിഞ്ഞപ്പോൾ യൂദയായിലെ മലഞ്ചെരിവിലൂടെ തിടുക്കത്തിൽ പുറപ്പെട്ടു ചെന്ന് ആ പുണ്യവതിയെ സന്ദർശിച്ച് 3 മാസം അവൾക്ക് ശുശ്രൂഷ ചെയ്ത പരിശുദ്ധ അമ്മയുടെ പ്രേക്ഷിത ചൈതന്യം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിറയ്ക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ സൺഡേയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളിലാണ്. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഓരോ ദിവസവും ആരംഭിക്കുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലുള്ള പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ്. നമുക്ക് കരുത്തായി, കാവലായി, സംരക്ഷണമായി എന്നും നിലനിൽക്കുന്ന പരിശുദ്ധ ത്രിത്വം തൻ്റെ അതുല്യമായ സ്നേഹത്താൽ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പരിശുദ്ധ ത്രിത്വത്തിന് നമ്മുടെ ജീവിതങ്ങൾ കൊണ്ട് നന്ദി പറയുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധ ത്രിത്വം നമുക്ക് നൽകുന്ന ചില മാതൃകകളുണ്ട്. അവയെ സ്നേഹപൂർവ്വം ധ്യാനിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും സന്തോഷത്തോടെ ജീവിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധ ത്രിത്വം നമുക്ക് നൽകുന്ന ഒന്നാമത്തെ സന്ദേശമെന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ സന്ദേശമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പരസ്പരം സ്നേഹിക്കുകയും തങ്ങളുടെ സ്നേഹം പ്രവർത്തനങ്ങളിലൂടെ മനുഷ്യർക്ക് നൽകുകയും ചെയ്യുന്നു. പിതാവ് തൻ്റെ സ്നേഹത്താൽ മനുഷ്യരെ സൃഷ്ടിച്ചു. പുത്രൻ തൻ്റെ സ്നേഹത്താൽ നഷ്ടപ്പെട്ടു പോയ മനുഷ്യവംശത്തെ വീണ്ടും രക്ഷിച്ചു. പരിശുദ്ധാത്മാവ് തൻ്റെ സ്നേഹത്താൽ രക്ഷണകൃത്യം പൂർത്തിയാക്കുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഉപാധികളില്ലാതെ ദൈവത്തെ സ്നേഹിക്കുവാനും പരസ്പരം സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. സ്നേഹമാണ് അകലസാര മൂഴികൾ എന്ന് പറയുന്നത് പോലെ എല്ലാത്തിനെയും സ്നേഹിക്കുവാനും
എല്ലാവരെയും സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. സ്നേഹത്തിൻ്റെ കുറിവുകളുള്ളിടത്ത് സ്നേഹം നൽകിക്കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രകാശമായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. പരിശുദ്ധ ത്രിത്വം നമുക്ക് നൽകുന്ന രണ്ടാമത്തെ സന്ദേശമെന്ന് പറയുന്നത് കൂട്ടായ്മയുടെ സന്ദേശമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണ്. പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൂട്ടായ്മ നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ട് കാണുന്നുണ്ട്. ബൈബിളിൽ അനേകം സ്ഥലങ്ങളിൽ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൂട്ടായ്മ വ്യക്തമായി നമുക്ക് പ്രകടമാകുന്നുണ്ട്. ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ അബ്രാഹത്തിനെ സന്ദർശിക്കുന്ന ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. 3 നാളുകളായിട്ടാണ് അബ്രാഹത്തെ ദൈവം സന്ദർശിക്കുന്നത്. അബ്രാഹത്തെ സന്ദർശിക്കുവാനായിട്ട് മാമ്പ്രയുടെ ഓക്കുമരത്തോപ്പിലേക്ക് ദൈവം ചെല്ലുമ്പോൾ വളരെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ അബ്രാഹം ദൈവത്തിൻ്റെ ആളുകളെ സ്വീകരിക്കുകയും അവർക്ക് വേണ്ട ശുശ്രൂഷ നൽകുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ദൈവത്തെ സ്വീകരിക്കുകയും ശുശ്രൂഷ നൽകുകയും ചെയ്യുന്ന അബ്രാഹത്തെ ദൈവം അനുഗ്രഹിക്കുന്നത് നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, കൂട്ടായ്മയിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് അനുദിനം കടന്നു വരുന്ന പരിശുദ്ധ ത്രിത്വത്തെ സ്നേഹിക്കുവാനും ആരാധിക്കുവാനും നമുക്ക് സാധിക്കുമ്പോൾ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ അതേ കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുവാനും നമ്മളെ അനുഗ്രഹിക്കുവാനും ത്രിത്വം എന്നും തയ്യാറാകുന്നുണ്ട്. പരസ്പരം ബഹുമാനിക്കുന്ന പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ആ ഒരു ജീവിത മാതൃക നമ്മുടെ ഉള്ളിൽ എന്നും സ്വീകരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈശോയുടെ മാമോദിസ വേളയിൽ സ്വർഗം തുറക്കപ്പെട്ട് പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഈശോയുടെ മുകളിൽ വന്ന് നിൽക്കുകയും സ്വർഗത്തിൽ നിന്ന് പിതാവായ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുകയും ചെയ്യുന്നുണ്ട്. പിതാവ് എവിടെയുണ്ടോ അവിടെയെല്ലാം പുത്രനുമുണ്ട്, പുത്രൻ എവിടെയുണ്ടോ അവിടെയെല്ലാം പിതാവും പരിശുദ്ധാത്മാവും ഉണ്ടെന്നൊക്കെ സുവിശേഷത്തിൽ ഈശോ പലവട്ടം നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ ആ ത്രിത്വത്തിൻ്റെ കൂട്ടായ്മയിൽ നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ കമ്മ്യൂണിറ്റികളെ, ഇടവകകളെ, നമ്മുടെ രാജ്യത്തെയൊക്കെ ചേർത്ത് നിർത്തുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമുക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളും സ്വീകരിച്ചുകൊണ്ട് സമാധാനത്തിൽ, വിശുദ്ധിയിൽ, സന്തോഷത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുകയാണ്. എനിക്കിനിയും അനേകം കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുവാനുണ്ട്, പക്ഷേ അവയെല്ലാം ഉൾക്കൊള്ളുവാൻ നിങ്ങൾക്കിപ്പോൾ സാധിക്കുകയില്ല. എന്നാൽ സഹായകനായ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഇവയെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും. ഈശോ ആ പരിശുദ്ധാത്മാവിൻ്റെ വരവിനെ ശിഷ്യന്മാർക്ക് മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരുമ്പോൾ അവൻ നിങ്ങളെ സഹായിക്കുമെന്നുള്ള ഉറപ്പ് നൽകുകയാണ്. എന്നിട്ട് ഈശോ പറയുകയാണ്, എനിക്കുള്ളവയെല്ലാം പിതാവിൽ നിന്ന് സ്വീകരിച്ച് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകുമെന്ന്. ഒരു കൂട്ടായ പ്രവർത്തനമാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എനിക്ക് ശേഷം പ്രളയമെന്ന് ചിന്തിക്കുന്ന അനേകം ആളുകളുടെ മധ്യയാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു മനോഭാവം നമ്മളും പലപ്പോഴും വെച്ച് പുലർത്താറുണ്ട്. എന്നാൽ ഈശോ വളരെ വ്യത്യസ്തനായിട്ട് സുവിശേഷത്തിൽ പറയുകയാണ്, ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല, പക്ഷേ എനിക്ക് ശേഷം വരുന്ന ആത്മാവ് നിങ്ങൾക്കെല്ലാം പറഞ്ഞു തരും. ഞാൻ, എൻ്റെ എന്നെല്ലാം നമ്മൾ ചിന്തിക്കുന്നിടത്തു നിന്ന് ഞങ്ങൾ എന്നുള്ളൊരു കൂട്ടായ്മ ഫീലിംഗ് ഈ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളിൽ ഈശോ നമുക്ക് നൽകുകയാണ്. കൂട്ടായ്മയിലാണ് വിജയം. ഒന്നിച്ചു ചേരുമ്പോഴാണ് ഐക്യമത്യ മഹാബലം എന്നൊക്കെ പറയുന്നത് പോലെ കൂട്ടായ്മയിലാണ് വിജയമെന്ന് പരിശുദ്ധ ത്രിത്വം നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ നല്ല ദിവസത്തിൽ നമുക്ക് ചിന്തിക്കാം, പരിശുദ്ധ ത്രിത്വത്തെ പോലെ
പരസ്പരം സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും കൂട്ടായ്മയിലും കഴിയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് നൽകിയ ജീവിത മാതൃകകൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? മറ്റുള്ളവരെ ആവശ്യങ്ങളിൽ കണ്ടറിഞ്ഞ് അവരെ സഹായിക്കുവാനായിട്ട് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ സ്ലേഹന്മാർ ധീരപ്രേക്ഷിത ചൈതന്യത്തോടെ ആദിമസഭയിൽ പ്രവർത്തിച്ചതുപോലെ ഈശോയെ അറിഞ്ഞ് അവനെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ വാക്കുകളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ ഈശോയെ കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? പരിശുദ്ധ ത്രിത്വത്തിൻ്റെ അനുഗ്രഹം പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ സ്ലേഹന്മാരുടെ മാധ്യസ്ഥവും എന്നും നമ്മുടെ കുടുംബങ്ങളിലുണ്ടായിരിക്കട്ടെ, വ്യക്തിജീവിതത്തിലുണ്ടായിരിക്കട്ടെ. ത്രിത്വത്തിൻ്റെ അനുഗ്രഹം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവായ ശംസിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.